ഹായ് സുഹൃത്തുക്കളെ, ശുക്രൻ രാശി മാറുന്നു. ഈ വരുന്ന 8-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5:47 ശുക്രന് രാശി മാറുന്നത്. മിഥുനൻ രാശിയിൽ നിന്നും ഈ ജൂൺ 2-ാം തീയതി വ്യാഴം മാറി കർക്കിടകൻ രാശിയിലോട്ട് വരികയാണ്. അതേമാതിരി ഇപ്പം വ്യാഴം ഈ കർക്കിടകൻ രാശി നിലകൊള്ളുന്ന സമയത്ത് അതിനോടുകൂടി ഈ പറയുന്ന ശുക്രനും കൂടെ വന്നു ചേരുകയാണ് 8-ാം തീയതി. അപ്പം വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ ഒരു രാശിക്കാർ, പ്രത്യേകിച്ച് കർക്കിടകൻ രാശിക്കാർ അനുഭവിക്കുന്നു. അതുകൂടാതെ ശുക്രനൂടെ പാസ് ചെയ്ത് വരുക. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരം, സന്തോഷം, സൗഭാഗ്യം, ജീവിതത്തിലെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു സാധനമാണ് ശുക്രൻ. ശുക്രനില്ലെന്ന് വരിയിൽ നമുക്കൊന്നുമില്ല എന്നുള്ള അവസ്ഥ വരും. കാരണം ഒരുപാട് രീതിയിലുള്ള കണക്ഷനാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ വീടാണ്. നമുക്കൊരു വീട് പോലും, നമുക്കിപ്പോൾ ഒരു വീട് പോലും കിട്ടണമെന്നില്ല ശുക്രൻ കനിയാതെ നമുക്ക് വീട് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ബർത്തിയാട്ടി പല ഇതിനകത്ത് നമ്മുടെ ജീവഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പോൾ വ്യാഴവുമായിട്ട് അലൈൻ ചെയ്തിട്ട് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ആ ആളിനെ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ടെന്ന് നമുക്കൊരു ബർത്തിയാട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അതേമാതിരി ഈ പറയുന്ന വ്യാഴവുമായിട്ട് മെർക്കുറി വന്നു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ കുജൻ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ലാൻഡഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതെപ്പോൾ വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷനിൽ കൂടെ ഓരോ ഗ്രഹങ്ങൾ പാസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ആ കണക്ടിവിറ്റി ശുക്രനുമായിട്ടുള്ള കണക്ഷൻ വരുമ്പോഴത്തേന് 100% അങ്ങനെയുള്ള സംഭവിച്ചിരിക്കും. അതെല്ലാം ഒരു വ്യാഴം ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഓരോ കാൽക്കുലേഷനുണ്ട്. അപ്പം നിങ്ങൾ ബേസിക്കായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അത് തന്നെ പ്രത്യേകിച്ച് നല്ല രാഹു കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരിക മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. പ്രത്യേകിച്ച് 3, 6, 10, 11 ഒന്നൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന രാഹുവിൻ്റെ ആയിട്ടുള്ള നല്ല രാഹുവിൻ്റെ പൊസിഷൻ. ഇപ്പം ശുക്രൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഹൗസ് വാങ്ങിക്കാനുള്ള യോഗമുണ്ടെന്ന്. അവിടെ നമുക്ക് ഡയറക്റ്റ് ബർത്തിയായിട്ടിൽ ഈ ശുക്രനെ കണക്ട് ചെയ്യണമെന്നില്ല. 159, 2610, 3711, 4812 അങ്ങനെ ഏതെങ്കിലും ഒരായെങ്കിൽ നമ്മുടെ വ്യാഴവും ശുക്രനും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാഹു കൂടെ കണക്ഷൻ ഉണ്ടെന്നൊരു നല്ല രാഹു കൂടെ ഉണ്ടെന്നൊരു മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുക. 3, 6, 9 അങ്ങനെ പല കാൽക്കുലേഷൻ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ബർത്തിയാട്ടിലെ 6-ാമത്തെ ഹൗസ്, 8-ാമത്തെ ഹൗസ് ഇവിടെയൊക്കെ ശുക്രൻ വരുന്നത് അത്ര നല്ലതല്ല. അതേമാതിരി പ്രത്യേകിച്ച് ഇതിൻ്റെ ആയിട്ടുള്ള ശത്രുഗ്രഹങ്ങളുണ്ട്. ബുധന്, ശനി, കേതു അങ്ങനെയൊക്കെ ഉള്ള ശുക്രൻ്റെ ശത്രുഗ്രഹങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ശത്രുഗ്രഹങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ കൂടെ അലൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണം കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുകൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കേതുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ലോസ്, അല്ലെന്നൊരു ചാൻസ് ഓഫ് ഡൈവേഴ്സ്, കേതുവും ശുക്രനും ഒക്കെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് പല കേസിലും ഡൈവേഴ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത്. എന്തായാലും നിങ്ങളുടെ ബർത്തിയായിട്ടൊന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പലതും അറിഞ്ഞിരിക്കണം. അതുപോലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരം, പാട്ട്, ഡാൻസ്, ലക്ഷറി, അല്ലെന്നൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി, അതുപോലെ ബെഡ്റൂം, കെമിക്കൽ ഇൻഡസ്ട്രി, ഇങ്ങനെ ഉള്ളതെല്ലാം ഈ ശുക്രൻ്റെ റേഡിയേഷനിൽ പെട്ടതാണ്. അതേമാതിരി മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമ്മുടെ സെക്സ് ഓർഗന് അല്ലെന്നൊരു 8-ാം ഭാവമൊക്കെയാണ് കൂടുതലായിട്ട് ഈ മെഡിക്കൽ അസ്ട്രോളജിയിൽ എന്തെങ്കിലും ശുക്രൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുള്ളത്. ഓവേറിയൻ സിസ്റ്റ് ഫീമെയിൽസിന് ഉണ്ടാകാനുള്ള സാധ്യത, ഈ ശുക്രനൊക്കെ നെഗറ്റീവായ ആൾക്കാർക്ക് വനേറിയ ഡിസീസ്, ഐയിന്, സ്കിന്നിന്, നമുക്ക് കണ്ണിനെ, അതുപോലെ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെന്നൊരു ഓവേറിയൻ സിസ്റ്റ്, നെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റത്തോടെ ശുക്രൻ അനുകൂലമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും, വേദിക് അസ്ട്രോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയും ശുക്രദശ ഏറ്റവും നല്ലതാണെന്ന്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ശുക്രദശ അഴുക്കാണ്. കാരണം അത് വേദിക് അസ്ട്രോളജിയുടെ ഒരു ലിമിറ്റേഷനായിട്ട് ഞാൻ പറയുന്നത്. കാരണം പല കാര്യങ്ങളും ഞാനിപ്പോൾ പലതും ബൃഹനാടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു പല പ്രഡിക്ഷനും അക്യുറേറ്റായി വരാത്തതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ദശയില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ അക്യുറേറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വ്യാഴത്തിൻ്റെ പൊസിഷനും വ്യാഴവുമായിട്ട് ഗ്രഹങ്ങളെ അലൈൻ ചെയ്ത് നിൽക്കുന്നത് വെച്ച്. അതാണ് ബൃഹനാടിയുടെ ഒരു പ്രത്യേകത. അതുപോലെ നമ്പർ 6 എന്ന് പറഞ്ഞാൽ വീനസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ബർത്തിയാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ വീനസും മെർക്കുറിയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വരാനിരിക്കുന്ന വൈഫ് ബിസിനസ് ഫാമിലിയിൽ നിന്നായിരിക്കാനോ അല്ലെന്നിട്ട് ആ ലേഡിക്ക് ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള യോഗമുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അല്ലെന്നൊരു വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. നല്ല ക്ലിയർ സ്കിന്നായിരിക്കുക, അതുപോലെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള വൈഫ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ വീനസ് മെർക്കുറിയും ഒക്കെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ.
അതേസമയത്ത് വീനസിൻ്റെ കൂടെ മാർസ് ചൊവ്വ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ മാരീജിനേരം സർജറി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സിസേറിയനൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി. അതുപോലെ നേരെ തിരിച്ചിപ്പോൾ ഒരു ലേഡിയുടെ ബർത്ത്ഡേയാട്ടിൽ മാസിനടുത്ത് വീനസ് ഉണ്ടെന്നൊരു അവരുടെ ഹസ്ബൻഡ് നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ട് നല്ല ഹസ്ബൻഡിനെ കിട്ടാനൊക്കെ ഉള്ള സാധ്യത. അതേസമയം അഴുക്ക് രാഹു ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലുള്ള പോകാനുള്ള സാധ്യത. അതേമാതിരി വീനസ് രാഹു ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വേറൊരു കൾച്ചറിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള സാധ്യത, അത് അല്ലെ വിദേശത്ത് ജോലിയുള്ള ലേഡീസിൻ്റെ കല്യാണം കഴിക്കാനുള്ള സാധ്യത. അതേമാതിരി ഇപ്പോൾ ഒരു ലേഡിയുടെ ബർത്ത്ഡേയായിട്ട് നോക്കി കഴിഞ്ഞാൽ മാർസും രാഹു ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലവ് മാരേജ് ചെയ്യാനുള്ള സാധ്യത. അതുപോലെ ജൂപ്പിറ്റർ വീനസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുകയാണെന്നൊരിൽ അവരുടെ വൈഫ് വളരെ കാണാൻ സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ 6 ആയാലും ഒരാളുടെ ബർത്ത്ഡേയാട്ടിൽ ജൂപ്പിറ്ററിൻ്റെ ആ രാശിയോട് കണക്ട് ചെയ്ത് വീനസ് നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും ആംഗിളിൽ നിൽക്കുന്നുണ്ടെന്ന് വരില്ല, ആ ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. 67 വയസ്സ് വരെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരും. പല ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേയാട്ടിൽ ഈ ഒരു കോമ്പിനേഷൻ കാണാം. അത് സഞ്ജീവനി യോഗ എന്ന് പറയും. ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ വരത്തില്ല, ത്രൂ ഔട്ട് ലൈഫിൽ റിച്ച് ആയിരിക്കും. അതുപോലെ ലൈഫിൽ ബുദ്ധിമുട്ടാതെ നല്ല ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ അതെല്ലാം നമ്മുടെ ബർത്ത്ഡേയാട്ടിലെ ഇന്റേണൽ ഗ്രഹങ്ങളുടെ കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഏതൊക്കെ നല്ല ഗ്രഹമുണ്ടെന്നും ഏതൊക്കെ അഴുക്ക് ഗ്രഹമുണ്ടെന്നും ഇങ്ങനെ ഏതൊക്കെ നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാമെന്ന്, അങ്ങനെ ഓരോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി സാധ്യത, അല്ലെന്ന് ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവുമോ ഇല്ലയോ, അബോർഷൻ ഉണ്ടാവുമോ, എപ്പോൾ കുട്ടികളുണ്ടാകും, അതല്ല IVF ആണോ, അഡോപ്ഷൻ ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യവും നമുക്ക് പറയാനുള്ള സയൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേമാതിരി ഇപ്പോഴത്തെ ഈ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള ഈ ഒരു പൊസിഷന് ഇനി 225 ദിവസം കഴിഞ്ഞ് അടുത്ത വരത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ വ്യാഴവും ശുക്രനും കൂടെ ഒരേ രാശിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലക്കും ഒരുപാട് കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. കാരണം വ്യാഴമെന്ന് പറഞ്ഞാൽ ഭയങ്കര സമ്പത്തിൻ്റെ ഗ്രഹമാണ്. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്, ഡാൻസ്, പാട്ട് എല്ലാത്തിൻ്റെയും എല്ലാ രീതിയിലുള്ള ഇതാകാനും പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ സുഖലോലിപത, അല്ലെന്നൊരു പലർക്കും അഭിനയിക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്, ഒരുങ്ങി നടക്കാനുള്ള കഴിവ്, ജന്മനാൽ തന്നെ ചില കുട്ടികൾ കൊച്ചുകുട്ടികളൊക്കെ ഒരുങ്ങി നടക്കുക, അണിഞ്ഞൊരുങ്ങി നടക്കുക, അല്ലെ കിടക്കാൻ പോലും പോകുമ്പോൾ ഒരുങ്ങിയിട്ട് പോയിട്ട് കിടക്കുക. ഇതെല്ലാം ഈ ബർത്ത്ഡേയാട്ടിലെ ഒരു കോമ്പിനേഷനാണെന്ന് മനസ്സിലാക്കുക. അത്യാവശ്യം ശുക്രൻ്റെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശുക്രനെ പറ്റി പറഞ്ഞാൽ തീരത്തില്ല, അതേമാതിരി പറയാനുണ്ട്. പക്ഷെ നമുക്കിതൊരു ചെറിയ വീഡിയോയ്ക്ക് ഇതെല്ലാം കൂടെ ഒതുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോരോ വീഡിയോകളും വ്യത്യസ്തമായിരിക്കും. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്ക് ചെയ്യുമ്പം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെൻ്റാണ്. അതുപോലെ നമ്മുടെ മന്ത്ലി പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എത്ര സ്റ്റാർ ഉണ്ട്, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് വരുന്നത്. ഇത് മലയാളത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല, നമ്മുടെ ചാനലിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വിട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം, ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം. ഓരോ സ്റ്റാറും എത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനൽ പെയ്ഡാവും. അല്ലെന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിലായിട്ടുള്ള പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വീക്കിലി ഉള്ളത് പ്രഡിക്ഷൻ, മന്ത്ലി ഉള്ളത്, അങ്ങനെ ഏറ്റവും അല്ലെന്നൊരു ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇറാൻ്റെ ഒരു ബർത്ത്ഡേയാട്ടം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കുക. അതേമാതിരി വിജയുടെ ബർത്ത്ഡേയാട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അത് കണ്ടിട്ട് എങ്ങനെ ആ പ്രഡിക്ഷൻ പാർട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം. ഇങ്ങനെയും ഇവിടെ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ ചെയ്യുന്ന പ്രഡിക്ഷനും നമ്മുടെ ആയിട്ടുള്ള ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റും. വസ്തുനിഷ്ഠമായിട്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അറിയാമെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേമാതിരി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ എടുക്കാൻ ബൃഹനാടി, നക്ഷത്രനാടി, ചന്ദ്രകലാനാടി, വേദിക് അസ്ട്രോളജി, KP അസ്ട്രോളജി, അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി, നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡ് അലൈൻമെൻറ്റ് മുതലായ കാര്യങ്ങൾ, അല്ലെന്നൊരു അസ്ട്രോവാസ്തു എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ഉണ്ട്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മാതിരി നിങ്ങളുടെ ഒരു ചെറിയൊരു 5 മിനിറ്റ് സംസാരത്തിൽ കൂടെ വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇന്ന് മോഡേൺ ടെക്നോളജി ഇത്രയായി, നമ്മൾ സാറ്റലൈറ്റിൻ്റെ ഒക്കെ സഹായത്തോടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ ഒരു വാസ്തുവിൻ്റെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വരും നിങ്ങളെങ്ങും പോകേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. ജസ്റ്റ് ഒരു വാട്സപ്പ് കോളിൽ നിങ്ങളുടെ ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാനും അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യാനും കമ്പ്യൂട്ടറിൽ എത്ര ഡിഗ്രി നിങ്ങളുടെ അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതുമായിട്ട് നമ്മുടെ ബർത്ത്ഡേയാട്ടന്മാരെയാണ് ഇതിനും 360 ഡിഗ്രി ഉണ്ട്.
ആ ഡിഗ്രിയും കാര്യങ്ങളും ഒരുപാട്, കാരണം വാസ്തുപരമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരും. പ്രത്യേകിച്ച് എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ശുക്രൻ്റെ കാര്യം, ശുക്രൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് ശുക്രൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റോ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനർത്ഥങ്ങൾ വരും. വയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെന്നൊരു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ ലൂസ് വരും. ശുക്രൻ എന്ന പൈസ സമ്പത്താണ്, അതൊക്കെ നശിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുന്നവരുണ്ടെന്നതിൽ ഉറപ്പായിട്ടും വാസ്തു ചെക്ക് ചെയ്തിട്ട് വെക്കാവൂ. അതുപോലെ പുതിയ ഫ്ലാറ്റൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിലും പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല. അപ്പോൾ ചില ഡയറക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ പിതൃദോഷം എന്ന് പറയും. അവിടെ കുട്ടികൾ കാണത്തില്ല, തലമുറ നശിച്ചു പോകുന്നതായിട്ടുള്ള ദുർമരണങ്ങൾ വീട്ടിലുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഈ വാസ്തുവിൻ്റെ ആയിട്ടുള്ള ദോഷത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, ഒരുപാടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളൊരു വീട് ആരെങ്കിലും വെക്കുവാന്ന് വാസ്തു ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് നാളിൻ്റെ ആയിട്ടുള്ള പ്രെഡിക്ഷനിലോട്ടൊന്ന് പോകാം. കന്നിരാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര എന്നിവയാണ്. അപ്പോൾ ഉത്രത്തിൻ്റെ 3/4 ഭാഗം, അത്തം ചിത്തിരയുടെ പകുതി, ഇങ്ങനെയാണ് വരുന്നത്. ഇവർ കന്നിരാശിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതുപോലെ ഉത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ബുധകർമ്മയാണ്. അത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗുരുകർമ്മയാണ്. ചിത്തിര നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഈ കർമ്മകാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്വഭാവത്തിൽ പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ, അങ്ങനെ പലതും വ്യത്യസ്തമായിരിക്കുക എന്നുള്ളതൂടെ മനസ്സിലാക്കിയിരിക്കുക. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ സഹോദരങ്ങളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, ചിലപ്പോൾ വിദേശത്തൊക്കെയുള്ള സഹോദരങ്ങളൊക്കെ നാട്ടിൽ തിരിച്ചെത്താനും അവരുമായിട്ട് നല്ല നർമ്മസല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ ചില പ്രദേശത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും, അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന രീതിയിൽ അതൊക്കെ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, ബാല്യകാല സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ പ്രോപ്പർട്ടി, നമുക്ക് ആൻസിസ്റ്റർ പ്രോപ്പർട്ടി, നമ്മൾ പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വരില്ല, അത് വീതം വെക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു സമയത്ത്. അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ റൊമാൻസ്, നല്ല പ്രണയബന്ധങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലവ് അഫെയർസ് ഉണ്ടാകാം. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. അത് തന്നെയല്ല, സ്പെക്കുലേറ്റീവ് ഗെയിൻ, ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ല ഫോറക്സ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെന്ന രീതിയിൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹാലോചനകൾ വരാനും കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വൈഫും ഹസ്ബൻഡും ഒക്കെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വരില്ല, അവരൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വൈഫും ഹസ്ബൻഡും ഒക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ പങ്കിടാൻ, നല്ല നിമിഷങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകാൻ, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ബിസിനസ് പ്രപ്പോസൽ വരാനും പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് ടേംസിലെത്താനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയം. അതേമാതിരി പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വരില്ല, അതൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ ചില ആൾക്കാർ എന്തെങ്കിലും അതുപോലെ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഡൈവേഴ്സിൻ്റെ വക്കിലൊക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരായാലും അതുപോലും പറഞ്ഞു തീർത്ത് നല്ല ടേംസിൽ പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, നല്ല ലവ് അഫെയർസ് ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല ബെഡ്റൂം പ്ലഷർ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അങ്ങനെ ഈ ശുക്രന്റെ രാശിമാറ്റത്തോടു കൂടി പല രീതിയിലുള്ള അനുകൂലങ്ങളായിട്ടുള്ള സാഹചര്യം ആണ് വരുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ ഇതുവരെ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡ്രീംസ്, നമുക്ക് ആഗ്രഹ സാഫല്യീകരണം, പല രീതിയിലുള്ള നടക്കത്തില്ല എന്നുള്ള കാര്യങ്ങൾ നടക്കാനും, നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാകാനും, പഴയ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാനൊക്കെ സാഹചര്യങ്ങൾ, നല്ല സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാകാനൊക്കെ ഉള്ളത്. അതേമാതിരി ചില ഊഷ്മളമായിട്ടുള്ള നിമിഷങ്ങൾ പൊടി തട്ടിയെടുക്കാനും, പഴയ ഓർമ്മകൾ അയവിറക്കാനും
വരാനും ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 100% അത് റിക്കവറായിട്ട് വീട്ടിൽ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു ധനാഗമനം വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം. നമ്മുടെ ഏണ്ട് ബെൽറ്റിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു പൈസ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ പല രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ റെമഡി എല്ലാ വീഡിയോയ്ക്കകത്തും നമ്മൾ പറയുന്ന, ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ ലോങ് ആയിപ്പോയി, പല ആൾക്കാർക്കും കംപ്ലൈൻ്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നത്. അപ്പം വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന രീതിയിൽ നേരത്തെയുള്ള ശുക്രൻ്റെ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. എന്നാലും ഓടിച്ചെന്ന് പറയാം. പ്രത്യേകിച്ച് 12-നും 24-നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ്, അല്ലെന്നൊരു കൺമഷി, ലിപ്സ്റ്റിക്ക് ഇങ്ങനെയൊക്കെയുള്ള ദാനം ചെയ്തു കഴിഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാക്കാനുള്ള നല്ലൊരു കർമ്മമാണ്. അതുപോലെ പാലിനകത്ത് ഒരു പിഞ്ചോ നമ്മുടെ സാഫ്രൂണ്, നല്ല കുങ്കുമം സാഫ്രൂൺ ഇട്ടിട്ട് പാലിനകത്തിട്ടൊന്ന് വെച്ചിട്ട് വൈകിട്ട് അതൊന്ന് കിടക്കാൻ നേരം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സമയത്ത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് ശുക്രനെ പോസിറ്റീവാക്കാനും. നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ വെള്ള വസ്ത്രം ദാനം ചെയ്യുക. അല്ലെന്നൊരു പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് അന്ധര്, മുടന്തര്, തൂപ്പുകാര്, ലേബർ ക്ലാസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വെള്ള വസ്ത്രം ദാനം ചെയ്യുക. അപ്പം അത് ഒരേ സമയത്ത് ശനിയെ കൂടെ പോസിറ്റീവാക്കുക, ശുക്രൻ്റെ കൂടെ ശനിയെ കൂടെ പോസിറ്റീവാക്കാനുള്ള നല്ലൊരു കർമ്മമാണ്. അതുപോലെ പശുവിന് വാഴപ്പഴം 3 വാഴപ്പഴം വെച്ച് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ഒന്ന് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നമ്മളെ മന്ത്ലി പ്രഡിക്ഷൻ വരുന്നത് പറഞ്ഞു, അത് ചിലപ്പോൾ പെയ്ഡായിട്ടൊരു മാറും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ളത് കാണാൻ പറ്റും. വീക്കിലി ഉള്ളത് നമ്മുടെ വെബ്സൈറ്റിനകത്തായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയാൻ പറ്റും. ഓരോ ഇതിനകത്ത് എത്ര സ്റ്റാർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതേമാതിരി കാണാൻ പറ്റും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.